സുഗതോ ആ സുരേഷേട്ടനാ വാ വാ എന്താണോ വാ കേറിയിരിക്കേ. എന്താ ഈ വഴിക്കൊക്കെ? വെറുതെ ഇങ്ങനെ നിന്നെ കാണാൻ വേണ്ടിയല്ലേ വന്നത്. ഇനി അസുഖമൊക്കെ എങ്ങനെയുണ്ട്? ശ്വാസം മുട്ട അങ്ങോട്ട് മാറുന്നില്ല. ഈ തണുപ്പ് കാലം ആയി കഴിഞ്ഞാലേ നല്ല വലുവാ. പിന്നെ ഗുളിക ഒരു ദിവസം മുടങ്ങിയ ശ്വാസം മുട്ട ഇളകും. ഓഹോ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം അത്യാവശ്യമായിട്ട് ഒരു 300 രൂപ ആവശ്യമുണ്ട്. കാശൊക്കെ ഉണ്ട്, പക്ഷെ തരാൻ പറ്റില്ല. ഇടോ എന്താണ് ഇടോ, ഞാൻ വൈകുന്നേരം കൊണ്ട് തരാം കാശ്. അല്ല അതല്ല, കാശ് ബാങ്കിലാണേ, കയ്യിലേ നോട്ടായിട്ടൊന്നുമില്ല. മോൻ സൗത്ത് ആഫ്രിക്കന്ന് വന്നതിന്റെ ശേഷേ. ആര് ചവിട്ടിന്ന്? സൗത്ത് ആഫ്രിക്കന്ന് അന്മതം വന്നിട്ടുണ്ട്. ആ അപ്പം വന്നതിന്റെ ശേഷേ കറണ്ട് ബില്ല് അടയ്ക്കലും വാട്ടർ ബില്ല് അടയ്ക്കലും പിന്നെ എന്ത് ബുക്ക് ചെയ്യലും ഒക്കെ ഫോണിൽ കൂടെ. അപ്പൊ സാധനങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പൊ അവൻ വന്നതിന്റെ ശേഷം കാശ് കയ്യിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പൊ അവരുടെ അടുത്ത് എങ്ങാനും ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. മണ്ടോതിരി അവളുടെ കമ്മല് പൊട്ടിയിട്ടേ അത് വിളക്കാൻ വേണ്ടിയിട്ട് മന്മേന്റെ കൂടെ ജ്വല്ലറി പോയിരിക്ക. വന്നല്ലോ. സുമേഷേട്ടന് ഭാഗ്യമുണ്ടോ നോക്കട്ടെ, അവരുടെ അടുത്തുണ്ടോ ചോദിക്കട്ടാ. മെല്ലെ ഇറങ്ങും. എല്ലാത്തിനും വെപ്രാളാണ്. ഇവിടുത്തെ ഗവൺമെന്റിനോട് പറയ് റോഡൊക്കെ നന്നാക്കാനാ. ആ സുമേഷ് ഏട്ടാ. ഹായ് സമൂസ അങ്കിൾ. സമൂസങ്ങളല്ലടാ, സുമേഷ് അങ്കിള്. അവന് ചെറുതിലെ സമൂസ കൊണ്ട് കൊടുക്കണല്ലേ. സുഖല്ലേ? ഇങ്ങനെയൊക്കെ പോണ്. എന്തേലും ഒരു 300 ഉറുപ്പ്യ ഉണ്ടെങ്കിലേ. പപ്പ ഒന്ന് നീങ്ങ പപ്പ. ഏയ് എന്താ നമ്മ പപ്പ അല്ലേ? അതെ, സുമേഷേട്ടന് ഒരു 300 ഉറുപ്പ്യ വേണത്രേ. തരാളോ, അതിന് പ്രോബ്ലം ഇല്ല. പേടിച്ചോ? സമൂസ അങ്കിൾ ഏത് പേ യൂസ് ചെയ്യണം ഓൺലൈനില്? ഡി പേ ആണോ സി പേ ആണോ ഏതാണ്? അല്ല, എന്റെ കയ്യിൽ പേനയില്ല. അതല്ല, ഓൺലൈൻ ബാങ്ക് നെറ്റ് ബാങ്കിങ് ഉണ്ടോ സമൂസ അങ്കിളിന്? ഒരൊറ്റ ഐഡിയ തരും. മൂപ്പരല്ലേ നെറ്റ് ഒന്നും ഇല്ല, ഇത് വെറുതെ വിളിക്കാൻ വേണ്ടിട്ട് മാത്രം ഒരു ഫോണാ. പിന്നെ എങ്ങനെ പപ്പ ഞാൻ ക്യാഷ് കൊടുക്കും? ഞാൻ ഇവളെ ഓൺലൈനല്ലേ ചെയ്യുന്നത്, ഞാൻ ക്യാഷ് കൊണ്ട് നടക്കാറില്ലല്ലോ. ഇതാണ് ഞാൻ നിന്നോട് പറയണത്, എല്ലാം ഇതിൽ പറ്റില്ല, കുറച്ച് കാശായിട്ട് കയ്യിൽ വെക്കണമെന്ന്. എന്തിനിപ്പ അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലല്ലോ, ഇപ്പൊ ആവശ്യം വന്നില്ലേ? ഇപ്പൊ എടുക്കാൻ കാശുണ്ടോ? വഴക്കൂട്ടല്ലേ, ഞാൻ ചെയ്യണ്ട, മെല്ലെ പറയൂ. ഇതിപ്പോ ഞാൻ സൗത്ത് ആഫ്രിക്ക ഇരുന്ന കേക്കാം ഇങ്ങനെ ബഹളം വെച്ചാ. ഇനി ഏത് കടകെട്ടവനാണ് ഒരു ആദ്യം കൂളിംഗ് ഗ്ലാസും വെച്ച് മണിക്കൂർ ഒന്നായാലിരിക്കണം. ചോട്ടോ, ആ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് കസ്റ്റമേഴ്സ് വരാൻ നേരമായില്ലേ? സമസങ്ങളെ എന്റെ ഫ്രണ്ട് വിളിക്കുന്നേ. എക്സ്ക്യൂസ് മീ ഉണ്ണി, പറയടേ സക്കറ. നല്ലൊരു ചെക്കനായിരുന്നു. ആ ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാശ് കുറച്ച് കൂടുതൽ കിട്ടുന്ന അറിഞ്ഞപ്പോ സൗത്ത് ആഫ്രിക്കയിലേക്ക് കെട്ടിയെടുത്താ കണ്ട. ഇത് ഇന്ന് വൈകുന്നേരം തന്നെ തരാ കേട്ടാ. അതുള്ളപ്പോ തന്നാ മതി. കാര്യം നടക്കട്ടെ. ശരി. എടാ ഉണ്ണി, ഞാൻ സമോസ കഴിക്കാനല്ല പറഞ്ഞു. ഇവിടെ നമ്മളൊരു അങ്കിൾ വന്നു, സമോസ അങ്കിൾ. ഞാൻ എന്തോ ആക്കണ്ട അന്നേരം? നീ വരുന്ന ഓർത്തല്ലേ ഞാൻ ഇടുന്ന്. ഞാൻ ഒരു ചായ കുടിക്കാൻ എടുത്ത തൽക്കാലം. നീ എൻജോയ് ചെയ്, ക്യാരി ഓൺ. ഞാൻ ആഘോഷിക്കണം. എന്ത് കഴിക്കാൻ പോവാ? അതെയാ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ നല്ല വിശപ്പുണ്ടാ. ഇത് വേഗം വരണടാ. ഞാൻ എത്താം. ഓക്കെ ഓക്കെ. കണ്ട, നിന്റെ കാശുള്ളതുകൊണ്ട് ഇപ്പൊ അയാളുടെ കാര്യം നടക്കും. എന്താ പപ്പ ഇത്? അത് കഴിഞ്ഞ് ലീവ് ഇറ്റ്. എന്താ ഇങ്ങനെ സംസാരിച്ച? അതിനെ പറഞ്ഞ അത് പറഞ്ഞു ഇത് പറഞ്ഞു. ശ്വാസം മുട്ടൽ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. ആ ഗുളിക അവിടെ? മെഡിസിൻ നാളേക്ക് വരും, അല്ലെങ്കിൽ ഇന്നേക്ക് അല്ലെങ്കിൽ നാളേക്ക് വരും. എന്റെ മണ്ടോ, ഇന്നലെ ഗുളിക കഴിക്കാത്തോണ്ടാണ് എനിക്ക് ഈ ശ്വാസം വിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇത് കഴിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാവും അറിയില്ലേ? വിളിച്ചു നോക്ക നീ ഒന്ന്. അല്ല, അങ്ങനെ വിളിക്കണ്ട. അവര് ഷിപ്പിംഗിൽ ചെറിയ ഡിലേ ഉണ്ട്. അപ്പൊ അത് മിക്കവാറും ഇന്ന് തന്നെ വരും. എടാ, ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വന്നാൽ ഞാൻ തട്ടിപ്പോയില്ല. എനിക്ക് ശ്വാസം കിട്ടണ്ടേ? ബഹളം വെക്കണ്ട, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചു തരാം. എന്താണ് കഴിക്കാൻ വേണ്ടത്? എന്താണ് കഴിക്കാനുള്ളത്? കഴിക്കാൻ ഇവിടെ ബിരിയാണി, നെയ്ച്ചോറ്, പുട്ട്, പൊറോട്ട, അപ്പം, വെള്ളയപ്പം,
വട്ടയപ്പം, ഷവർമ്മ, അൽഫാം, ചിക്കൻ മന്തി എല്ലാം ഉണ്ട്. ഐറ്റം പോരാ, ഐറ്റംസ് തീരെ കുറവല്ലോ. അല്ല ഇനി പുതിയത് ഇറങ്ങിയിട്ട് വേണം, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. ഇറ്റാലിയൻ പാസ്ത, ഇറ്റാലിയൻ പാസ്ത അതില്ല. അമേരിക്കൻ പാസ്ത, യൂറോപ്പ് സ്റ്റൈൽ അതൊക്കെ കഴിഞ്ഞല്ല, യൂറോ കപ്പ് കഴിഞ്ഞല്ല, അപ്പൊ അവരൊക്കെ പോയി. നമുക്കിപ്പോ എന്താ വേണ്ടത്? നമ്മുടെ നാട്ടിലൊന്നും നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടൂല. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, പൊറോട്ട ഒരു 6 പൊറോട്ട എടുക്കാം. 6 പൊറോട്ട, പിന്നെ ചിക്കൻ ചിക്കൻ ഫ്രൈ, പെപ്പർ ചിക്കൻ, ചിക്കൻ കറി എടുത്തോ, ചിക്കൻ കറി, ബീഫും ഈ 2 എണ്ണം. ഒരെണ്ണം പാർസലും ഒരെണ്ണം കഴിക്കാനും. എന്നോട് എനക്കിടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിട്ടാണ്. കഴിക്കാൻ എപ്പൊ കൊണ്ടുവരാം? ഒരു 6 പൊറോട്ട തന്നെ. 6 പൊറോട്ട, 6 വേഗം തരണം. വേഗം. എന്തെന്നാ ഇപ്പൊ ഇതിനൊക്കെ പറഞ്ഞത്? ഒന്നാന്തരം ഒരു മരുന്നിന്റെ പീടി ഉണ്ടാക്കിയിട്ടിട്ട് ഓൻ ഗൾഫിൽ പോയി കിടക്കുക. അത് നോക്കാൻ ഒരു തന്നെ ഇരുത്തിണ്ട്. അവ ഇവിടെ നേരത്തിന് കാലത്തിനുണ്ടോ? എപ്പോ പോയാ പോക്ക. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെന്നാ പിറ്റേടത്തൊക്കെ പറയണത്? അന്നീ കണ്ട സാധനങ്ങൾ ആൾക്കാർ ചോദിച്ചു വരുമ്പോ എവിടുന്ന് എടുത്ത് കൊടുക്കാൻ ആരെ കൊണ്ട് പറ്റണേ? അല്ല മല്ലി മുളകാച്ച നമുക്ക് എടുത്തു കൊടുക്കായിരുന്നു. ഇതെന്താ ആൾക്കാർക്ക് പറ്റണേ? എന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ എന്നെ ഒറ്റക്ക് ഇരിക്കുമ്പോ പേടിയാ വരണേ. വരുന്നുണ്ട്. നോക്കണ്ട, വിവരൊക്കെ ഞാൻ അറിഞ്ഞ്. ഞാൻ ഇവിടെ മെഡിക്കൽ ഷോപ്പിലുള്ള. എന്നാ ഞാൻ ശരി എന്നാലേ. അതെ അല്ലില്ല, അത് വൈകുന്നേരം കൂടെ നോക്കി. ശരി ശരി. അതെ ഇജ്ജ് എപ്പ പോയതാ ഇവിടുന്ന്? എന്തേ? അല്ല ഇജ്ജൊരു ചായ കുടിക്കാനാന്നും പറഞ്ഞൊരു പോക്കങ്ങള് പോയിട്ട് പിന്നെ ഇത്ര നേരമായിട്ട് ഇവിടെ ഉണ്ടോ? ഒരു മനുഷ്യമായാലൂക്ക് ഞാനല്ലാണ്ട് ഇവിടെ ഉണ്ട് അതിന്റെ ഉള്ളില് ഉണ്ടോ? 2 ആൾക്കാര് മരുന്ന് മേടിക്കാൻ വന്നിട്ട് അവര് മടങ്ങി പോയി, ആളില്ലാണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ എടുത്തെടുത്തു തന്നെയോ? ഉണ്ടോ തറയണേ? പിന്നെ എന്തിനാ കോയ്ക്കാൻ നിങ്ങൾ ഇവിടെ വന്ന് കുത്തിരിക്കണെന്ന് ചോദിക്കണേ? ഞാൻ തിരിക്കണം, എന്റെ മോന്റെ പീടിയല്ലേ? മോന്റെ പീടിയ. മജീദിനെ ഒരൊറ്റ ആളെ വിചാരിച്ചിട്ടാ ഞാൻ ഇവിടെ അങ്ങനെ നിന്ന് പോണ കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞുതരാം. വല്ലാണ്ട് വെറുപ്പിച്ചാണ്ടല്ലോ ഞാൻ തിട്ടേച്ചോണ്ട് പോ. എന്റെ പേരിലെ ലൈസൻസ് ഷോപ്പുകൾ പൂട്ടേണ്ടി വരും. അപ്പൊ എന്ത് കുട്ടിയപ്പ അന്ന ഞാൻ പറഞ്ഞ ചായ കുടിക്കാൻ പോയിട്ടൊന്ന് നേരത്തെ കാലത്തിന് ഇങ്ങോട്ട് വന്നൂടെന്നല്ലേ അപ്പൊ എന്നോട് ചോദിച്ചോളൂ. അല്ല ചോദിക്കണേനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. അന്നജ്ജ് ഈ ചായയും ചോറൊക്കെ തിന്നിട്ട് വന്നാ മതി. എന്നാ പിന്നെ ഉച്ചക്ക് പോകണ്ടല്ലോ. ഇല്ല ഇപ്പൊ എന്താ പറയുന്നത് എന്നോട്? രാവിലെ തന്നെ വെറുപ്പിക്കാൻ കൊടുക്കും. പെരെ കുത്തിരുന്ന പോലെ വയസ്സായ ആളല്ലേ നിങ്ങള്? അവിടെ കുത്തിരിക്കാ പെണ്ണുങ്ങൾ സമ്മതിക്കണ്ടായി. അങ്ങായി സമ്മതിക്കൂല, ആരും സമ്മതിക്കൂല. നിങ്ങളെ സ്വഭാവം അത്ര നല്ലതാ. അല്ല ഇപ്പൊ ഇവിടെ വന്ന ഇജ്ജും സമ്മതിക്കൂല. ഇജൊരു കാര്യം ചെയ്താ ബോധം കടത്തണം വരുന്നുണ്ടാവില്ല ഇവിടെ. അത് തന്നിട്ട് ഞാൻ ഇവിടെ വരുമ്പോ എന്നെ ബോധം കടത്തി ഇവിടെ കടത്തിക്കോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്തൊക്കെ ഇറങ്ങി പോവാ. എന്റെ ഇഷ്ടംമാതിരി ചെയ്യാം. കച്ചവടം എന്റെ ഇഷ്ടത്തിന് ചെയ്തോ. നിങ്ങൾ മിണ്ടാണ്ട് ഒരു ഭാഗത്ത് ഇരുന്നാ മതി. കച്ചവടമൊക്കെ ഞാൻ ചെയ്തോളാം. അല്ല ഇപ്പൊ മിണ്ടാൻ പറ്റിയ സാധനങ്ങളാ ഇപ്പൊ ഇവിടെ ഉള്ളത്. വേറെ ജ്യൂസ് എന്തെങ്കിലും? കഴിഞ്ഞു ജ്യൂസ്. ഞാൻ വൈകുന്നേരം വരും. ശരി എന്നാല്. അനക്കേ ഇത് ലൈവ് ഫോണ് അതിന്റെ പീഡിയയിൽ നിൽക്കാൻ നിൽക്കാണ്ട് ഇത് എനിക്ക് പറ്റില്ല. നിങ്ങള് ഹലോ വന്ന് വന്നാണ് ലൈവ് എന്തെന്നാ പറയണത്? ജാതി ഒന്നാന്തരം പീഡി ഇട്ടിട്ട് കാട്ടണ പണിയാ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്തേ എന്താ പറഞ്ഞത്? താഴെ ഒരു പൊത്തുണ്ട്. അത് തന്നെ അങ്കിൾ എനിക്ക് എന്റെ പപ്പാക്കുള്ള മെഡിസിൻ വേണം. നിക്കട്ടാ മൊയ്തോ? ഇല്ല ഞാനിത് തരാം. അല്ല വരട്ടെ, ചക്കരൊക്കെ തിരക്കുണ്ടാക്കല്ലേ. മൊയ്തോ മാനേ കുട്ടിയെ. ഇല്ലടാ ഞാൻ വിളിക്കാം. അതെ എന്താ ചോദിച്ചോ? ഞാൻ വിളിക്കാം. ഞാൻ കട്ട് ചെയ്താ പിന്നെ വിളിക്കാം. ഹായ് ബ്രദർ. യെസ് യെസ്. ഇത് മെഡിസിൻ ഉണ്ടോ നോക്കൂ. നാട്ടുകാരനല്ലാതെ തോന്നി. അതുണ്ട്. എനിക്ക് ഒരു സ്ട്രിപ്പ് വേണം. ഒരു സ്ട്രിപ്പ് എത്രയാവോ അത്? ഇതൊരു സ്ട്രിപ്പ് 650 രൂപ കേട്ടോ. 650? ഓൺലൈനിൽ ഓൺലി 450 അല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടുത്തെ പ്രൈസ് ലിസ്റ്റ് അങ്ങനെയാണ്. അതായത് MRP അങ്ങനെയാണ് വരുന്നത്. ഓൺലൈനിൽ അങ്ങനെ കിട്ടുകയാണെങ്കിൽ പ്രിന്റഡ് പ്രൈസ് ആണ്. പ്രിന്റഡ് പ്രൈസ് ആണ്. ഓക്കെ ഓക്കെ. എന്നാലും ഇച്ചിരി കൂടുതൽ എടുത്തോളൂ. ഓൺലൈൻ എടുക്കും. ആരത്? ആരുടെ പീടിയ? ഓൺലൈൻ ആരുടെ?
ഓൺലൈൻ പീഡിയല്ല, ഓൺലൈൻ ആകാശം നടക്കുന്ന കച്ചവട. ആകാശത്ത് ഇപ്പൊ മരുന്ന് കച്ചവടം ഉണ്ടോ? ഇത് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ടല്ലോ അല്ലേ? അതെ, സ്കാൻ ചെയ്തോളി. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ക്യാഷ് കൊണ്ട് നടക്കാറില്ല. അതാ ഓക്കെ. ഞാൻ മരുന്ന് എടുക്കാം. ഓക്കെ, മെഡിസിൻ എടുക്കും. എന്താ പറഞ്ഞേ? എടോ ചങ്ങായി, എന്തിനാ ഫോട്ടോ എടുക്കണേ? ഫോട്ടോ ഒന്നും എടുക്കരുത്. എന്തിനാ ഫോട്ടോ എടുക്കണ്ട? എന്ത് ഭർത്താനെങ്കിൽ പറയണേ? എന്താണ് അത് സ്കാൻ ചെയ്യല്ലേ മൂപ്പര്? എന്തിന് നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് മേടിക്കേണ്ട ഒരു സാധനം മേടിച്ചു പോയാ പോരെ? അപ്പൊ മരുന്നിന് കായ് ഇട്ടുണ്ടെങ്കിൽ കായ് തരുന്ന വേറെ സമ്പ്രദായമാണത്. ഇതൊന്നും അറിയണ്ട, മുണ്ടാണ് കുത്തിരുന്നോളെ അവിടെ. ഏത് ഇതോ? എന്താ റഹ്മാനായ തമ്പുരാനെ ഈ കേൾക്കണം? എന്തൊക്കെ കളിയാ പോയി കാണണ്ടത്? മക്കളെ ഒന്ന് നാവരക്കി അവിടെ നിന്നാ മതി കേട്ടോ. കച്ചവടം ഞാൻ ചെയ്തോളൂ. ബ്രദറെ ബ്രദറെ, ഇത് ഓക്കെ ആണോ? അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ലല്ലോ, അപ്പൊ അതിന് മുമ്പ് ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കണക്ട് ആവുന്നില്ല. നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യോ? ഇല്ല, ഞാൻ ഇന്നലെയും ഒക്കെ പേയ്മെന്റ് ചെയ്തിരുന്നു. പക്ഷെ അല്ല, ആളിപ്പോ ഇന്ന് രാവിലെ വന്ന് സ്കാൻ ചെയ്ത സാധനം പേയ്മെന്റ് നടത്തിയല്ലേ? നിങ്ങൾ കാർഡ് എടുക്കുവോ? കാർഡ് ഇവിടെ മിഷൻ കേടാ. ഇതെന്താ റേഷൻ വീടിയേ? അപ്പൊ പിന്നെ എനിക്ക് മെഡിസിൻ വേണം, എല്ലാം ചെയ്യാൻ പറ്റണ ഒരു പണിയിലുള്ള നിങ്ങൾ അവിടെ ATM ഉണ്ട്, ATM ഒന്ന് പോയിക്കോളി. അടുത്താന്നോ? ആ, അവിടെ അടുത്തന്നെ, വാക്കബിൾ ഡിസ്റ്റൻസ്. വാക്കബിളേ ഉള്ളൂ. എന്നാ ഞാൻ ബൈക്ക് എടുത്ത് പോവാം. ആയില്ലാണ്ട് വന്നേക്കാ മരുന്ന് മേടിക്കാന്. കായില്ല എന്നല്ലല്ലോ പറഞ്ഞത്. പിന്നെ എന്താ പോകുമ്പോ നിങ്ങൾക്ക് ഒരു സാധനം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓൺലൈൻ പേയ്മെന്റ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്ത് ഓൺലൈൻ പേയ്മെന്റ് എന്താണെന്ന് അറിയോ? എന്തിന്? എന്താ അതന്നെയാ പറഞ്ഞത്. നിങ്ങൾക്ക് ആ പെരെ കുത്തിരിക്കും വെറുതെ മനുഷ്യനെ കിടത്താൻ വേണ്ടി. ഈ ആ ദേഷ്യം മരുന്നിനോട് കാട്ടണ്ട. അതെന്ത് കാണിച്ച്? അത് നാശമായി പോവും. മുള്ളംപന്നിക്ക് ദേഷ്യം വന്ന മാതിരിയാണ് ആ ചങ്ങായുടെ തലമുടി തന്നെ കണ്ടാല്. ഇനി ജാതി ആൾക്കാർക്ക് വല്ല വിവരം വിവേകം ഉണ്ടാവുക. കായില്ലാണ്ട് പീടികൾക്ക് മരുന്ന് മേടിക്കാൻ വന്നേക്കുക. എന്നിട്ട് പിക്കാ കുറ്റം. എന്തൊരു തീറ്റാണ് ഇവനിത്. ഒരാഴ്ച പട്ടിണി കിടക്കായിരുന്ന. വേറെന്തേലും വേണ? കഴിച്ചോ. മമ്മ, ആ മോനെ, നീ എവിടെയാണ്? മമ്മ, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഞാൻ മെഡിസിൻ എടുത്തു. എന്നിട്ട് അവിടെ പേയ്മെന്റ് ചെയ്യാൻ പോയപ്പോ എന്റെ ഓൺലൈൻ ഫോണിൽ വഴി പറ്റുന്നില്ല. ഇവിടെ നിന്ന് ക്യാഷ് എടുത്തിട്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മെഡിസിൻ എടുത്തിട്ട് ഇപ്പൊ വരാം. വേഗം വാ. ഓക്കെ മമ്മ, ടേക്ക് കെയർ. ഓക്കെ. ക്യാഷ് ഉണ്ടോ? ആ, ക്യാഷ് ഉണ്ട്. ഉണ്ടോ? ഓക്കെ ഓക്കെ. താങ്ക് യു. മൻമത, ഇവിടെ ഞാൻ ഈ ഹോട്ടലിരിക്കുക. നീ എപ്പം വരും? ഉണ്ണി പ്ലീസ്, നീ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ ഉണ്ണി. ഞാൻ പറയണത് മനസ്സിലാക്ക്. ഞാൻ കുറച്ച് ബിസിയാണ്. ആ, വേമ്പാടാ. എടാ, മനഃപൂർവ്വം അല്ല. ഉണ്ണി പ്ലീസ്, നീ വെക്ക് മണിക്കൂർ. ഓ ഉണ്ണി,
God order, God order, God order, God order. Shit. Waste. പൈസ ബ്ലഡി പൈസ. ഫുഡൊക്കെ ഓക്കെ അല്ലേ? ഇത് ബില്ല് 1600 രൂപ. എത്ര? 1600. ആ ചിക്കനിലും ഭയങ്കര വിലയല്ലോ. ഓ ചിക്കനിലും ഭയങ്കര വില. അത് പെട്രോളിനൊക്കെ വില കൂടിയല്ല. പെട്രോളിലാ ചിക്കൻ വറുക്കുന്നു. ചിക്കൻ വറുക്കുന്ന പെട്രോളിലല്ല, പെട്രോളിന് മുമ്പ് അനുബന്ധമായിട്ട് എല്ലാത്തിനും കൂടുമല്ല. അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ 6, 3, 9 പൊറോട്ട, 4 ചിക്കൻ, 4 ബീഫ്, മട്ടൻ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ കുറവേ ഉള്ളൂ പൈസ. മന്നു മന്നു വന്നപാട് പൈസ തരും. ഇതിന്റെ ഓൻ പുറത്താന്ന്. നിങ്ങള് അവൻ പുറത്തുനിന്ന് വന്നിട്ട് വേണം. അല്ല, പുറത്തുനിന്ന് നാട്ടിലെത്തി. അപ്പൊ ഇപ്പൊ ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ ഞാൻ കഴിച്ചാതോ വരും, പൈസ തരും. ഒരു പൊറോട്ടയും കൊടുത്താ ഏതായാലും കറി കളയേണ്ട വെച്ചിട്ട്. ഒരു പൊറോട്ട ബില്ല് മാറ്റി എഴുതണമല്ലോ. അല്ലെങ്കിൽ കൂട്ടിക്കും. കുറച്ച് കറിയുണ്ട്. ആള് വരുമല്ലോ അല്ലേ? മന്നു വരും, ഇപ്പം വരും. പറഞ്ഞ ആ മോനെ എവിടെ നീ? മമ്മ ഞാനേ ഇപ്പോ ഒരു ATM കയറി മമ്മ. അപ്പൊ അവിടെ കാർഡ് എറർ കാണിച്ചു. ഇപ്പൊ ഞാൻ ഇവിടുന്ന് നെക്സ്റ്റ് അടുത്തൊരു ATM പോവാൻ പോവാണ്. 2 കയറി ഇപ്പോ ഓൾറെഡി. ഞാൻ മെഡിസിൻ മേടിച്ചിട്ട് വരൂ. എടാ അച്ഛന് തീരെ വയ്യെന്ന്. എനിക്കറിയാലോ മമ്മ. മമ്മ പ്ലീസ് എന്റെ സിറ്റുവേഷൻ മമ്മ ഒന്ന് മനസ്സിലാക്ക്. മോനെ ആ മരുന്ന് കൊണ്ട് വേഗം വാന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മേടിച്ചോണ്ട് വരാം. ഓക്കെ. ഇതെല്ലാം ഇപ്പൊ ഞാൻ കഴിച്ചത്. മന്നു, നീ ഇങ്ങോട്ട് വരില്ലടാ. ഉണ്ണി എനിക്ക് ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റില്ല. ഉണ്ണി ഒരു കാര്യം ചെയ്യ. ഉണ്ണി കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അടുത്തൊന്ന് കൊടുക്കുണ്ണി. എടാ എന്റെ 10-20 റുപ്യ ആകാം. എടാ ഇടിയറ്റ് പറയണത് മനസ്സിലാക്കണി. എനിക്കിപ്പോ വരാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലാണ് ഞാൻ. അനുപം മച്ചാനെ, ഹായ്. എടാ എനിക്ക് ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണം. നീ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് കുറച്ച് ക്യാഷ് തരണം. ഞാൻ നിൽക്കുന്നിടത്ത് എത്തിച്ചു തരണം എനിക്ക്. 3 2 ദിവസം കഴിഞ്ഞേ വരുള്ളോ? മച്ചാനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ക്യാഷ് എത്തിച്ചു തരാൻ? ഓക്കേടാ, ഓക്കെ ഓക്കെ. ചേച്ചി ഒരു കരക്ക്. അല്ലെങ്കിൽ വേണ്ട. സോറി ക്യാഷ്. കുടിക്ക്. അവനവിടെ ഗുളിക കൊണ്ടുവരാം. ഇപ്പൊ വരും. തീരെ വയ്യടി, ശ്വാസം കിട്ടുന്നില്ലേ? കുടിക്കേ, കുറച്ച് കുടിക്കേ. ചെറിയ ചൂടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, ഓൺലൈനും കാര്യങ്ങളൊന്നും വേണ്ടാന്ന്. കയ്യിലെ കാശുണ്ടായിരുന്നു ഇപ്പൊ പോയി മേടിച്ചോണ്ടായിരുന്നില്ലേ? മിണ്ടാതിരിക്കേ. കിട്ടുന്നില്ല. ഞാൻ അവനൊന്ന് വിളിക്കട്ടെ.
ഫാമിലിക്ക്. അമ്മ ഇട നീ ഇത് എവിടെയാടാ? അതെ, ഞാൻ മെഡിസിൻ എടുക്കാൻ പോയിട്ട് അവിടെ ഓൺലൈനിൽ ഇത് ചെയ്യാൻ പറ്റിയില്ല. ATM പോയിട്ട് അതും കംപ്ലൈന്റ് ആണ് അമ്മ. ഇല്ല, മെഡിസിൻ മേടിച്ചിട്ട് ഞാൻ വരൂ. ഇട അച്ഛന് തീരെ വയ്യെന്ന്. അമ്മ പപ്പ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കേ. ഇട ഒന്നും വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണം, വാ ഇങ്ങോട്ട്. ചേട്ടാ അങ്കിൾ അങ്കിൾ എന്താ മോനെ? അങ്കിൾ കായിട്ടിയാ അല്ല അങ്കിൾ, ATM പോയപ്പോ എന്റെ കാർഡ് എന്തോ എറർ കാണിക്കുന്നുണ്ട്. എന്തോ കംപ്ലൈന്റ് ഉണ്ട് പറയണു. കായില്ല. അല്ല, അത് എടുക്കാൻ പറ്റുന്നില്ല. അതിന്ന് എടുക്കാൻ പറ്റുന്നില്ല. കായില്ലാണ്ട് ഇവിടുന്ന് കിട്ടൂല, ഒന്നും കിട്ടൂല. അങ്കിളെ, ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ അവനോട് ഞാൻ ഇവിടെ ക്യാഷ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പേ ചെയ്യാൻ ഓൺലൈനിൽ. അപ്പൊ എനിക്ക് ഇവിടെ പേ ചെയ്യാനുള്ള നമ്പർ തരണം. ഇക്കൊന്നും അറിയില്ല എന്റെ പൊന്നാര മന. ആ ചെക്കനൊക്കെ അറിയുള്ളൂ. ഓനപ്പോ അതാ ചോറും ഞാൻ പോയി വെക്ക. അല്ല ബ്രദർ എപ്പോ വരും? ആര് കാതറല്ല, എന്റെ പേര് ഇത് മൊയ്തു. അതെ, മൊയ്ത് എപ്പോ വരും? അവ എന്ത് സാധനം മേടിച്ച് തിന്നേക്കണെന്ന് അറിയില്ല. ബിരിയാണി വെച്ചാൽ കുറച്ച് നേരം കഴിയും. അങ്കിളെ, എന്റെ പപ്പായ്ക്ക് മെഡിസിൻ ഇല്ലാതെ ആകെ വിഷമത്തിലാണ്. എനിക്ക് മെഡിസിൻ പെട്ടെന്ന് കൊണ്ട് കൊടുക്കണം. ഞാൻ ഇതൊന്നും അറിയില്ലേ. ഞാൻ വെറുതെ ഇവിടെ കുത്തി. അങ്കിൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അങ്കിൾ? ദിസ് ഈസ് ടു മച്ച് കേട്ടോ. അതൊക്കെ ഉണ്ടാവും, ഇവിടെ എല്ലതും ഉണ്ടാവും. അതിനിപ്പം വരണോ? പറഞ്ഞു. ഓ ബ്ലഡി ഉണ്ണി. കുറ്റ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കായില്ലാണ്ട്. എന്താ 10 വയസ്സും കയ്യില്ലാണ്ട് മരുന്ന് മേടിക്കാൻ ഇറങ്ങിയേക്ക.